തലസ്ഥാനത്ത് കോർപ്പറേഷനിൽ വീറും വാശിമേറിയ പോരാട്ടമാണ് മൂന്ന് മുന്നണിയിലെയും. പ്രമുഖരൊക്കെ തന്നെ കളത്തിലിറങ്ങി പ്രചാരണ രംഗത്ത് വളരെ സജീവമായി തന്നെയുണ്ട്. നമ്മോടൊപ്പം ഇടതുമുന്നണി സ്ഥാനാർത്ഥി പേട്ട ഡിവിഷനിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് SP ദീപക് ചേരുകയാണ്. വളരെ സുപരിചിതനാണ്, എല്ലാവർക്കും അറിയാം. ശിശുക്ഷേമ സമിതിയുടെ തലപ്പത്തൊക്കെ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും വലിയ സുപരിചിതനാണ്. അപ്പോൾ ഈ പ്രമുഖരൊക്കെ കളത്തിലിറങ്ങി കളിക്കുമ്പോൾ എല്ലാവരും ഒരു കൂടുതൽ ശ്രദ്ധ വരുന്നത് ഈ പ്രമുഖരും ജനകീയരുമായ വ്യക്തിത്വങ്ങളിലേക്കാണ്. അതെ അതെ, തീർച്ചയായിട്ടും നല്ല തെരഞ്ഞെടുപ്പ്, നല്ല മത്സരമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വാർഡിൽ നടക്കുന്നത്. പക്ഷേ അതിലൊന്നും പിന്നെ പ്രയാസം വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നമുക്ക് നല്ല വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഈ പേട്ട വാർഡെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷൻ ലിമിറ്റിനകത്ത് 2 കൗൺസിലർമാർ എൻ്റെ കൂട്ടത്തിലുണ്ട്. ഒന്ന് പേട്ട വാർഡിലെ സുജാദേവിയും കടകംപള്ളി വാർഡിലെ ഗോപനും. ഇപ്പോൾ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ ഈ 2 വാർഡും കൂടെ ചേരുന്നതാണ് പേട്ട വാർഡെന്ന് പറയുന്നത്. 2 പേരും യഥാർത്ഥത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ കേരളമുദിയുടെ മുമ്പിലുള്ള പാർക്ക്, പത്രാധിപരായിട്ടുള്ള സുകുമാരൻ പാർക്ക് നവീകരിച്ച് അത് വളരെ നന്നായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പേട്ട സ്കൂളിൽ പുതിയതായിട്ടൊരു കെട്ടിടം വരികയാണ്. നമ്മുടെ ഈ വാർഡിനകത്ത് തന്നെ പേട്ട വെൺപാലവട്ടം റോഡ് 200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 4 മാസത്തിനകത്ത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു വാർഡായതുകൊണ്ട് തന്നെ ഒരു പ്രയാസവുമില്ല. പൊതുവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായിട്ടുള്ളതാണ്. വികസനത്തിന് വേണ്ടിയിട്ട് ജനം നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. പല വീടുകളിലും ഈ സംസ്ഥാന ഗവൺമെൻറ്റും കോർപ്പറേഷനും ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു മാർജിനിലാണ് വിജയിച്ചത്. അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും ഇടതുമുന്നണി കോർപ്പറേഷനിൽ? കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിലാണ് നമ്മൾ ജയിച്ചത്, 51. പിന്നെ അതിനുശേഷം നടന്നിട്ടുള്ള 4 ബൈ ഇലക്ഷൻസ് ഉണ്ട്. ആ 4 ബൈ ഇലക്ഷൻസിനകത്തും നമ്മളാണ് ജയിച്ചത്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഏറ്റവും അവസാനം പോലും നടന്നിട്ടുള്ള 3 മാസം മുമ്പുള്ള ശ്രീവരാഹം തെരഞ്ഞെടുപ്പ്, വെള്ളാർ തെരഞ്ഞെടുപ്പ്. വെള്ളാർ BJPയുടെ കയ്യിൽ നിന്നാണ് 20 വർഷം കൊണ്ട് അവർ ഭരിച്ചിരുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ആ വാർഡ് തിരിച്ചു പിടിച്ചത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ശ്രീവരാം വാർഡ്. ഇതുപോലെ തന്നെ നമ്മൾ നിലനിർത്തി. വെട്ടുകാട് വാർഡ്. അങ്ങനെ നടന്നിട്ടുള്ള ഇലക്ഷനുകളിലെല്ലാം ഈ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് നടത്തിയിട്ടുള്ള വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നമ്മുടെ കൂട്ടത്തിലാണ് നിന്നത്. മുട്ടട വാർഡും അതുപോലെ തന്നെയാണ്. അങ്ങനെ ഈ എല്ലാ അർത്ഥത്തിലും നമുക്ക് ഈ പ്രാവശ്യം ഒരു വലിയ ഭൂരിപക്ഷത്തിൽ, കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യം ഇടതുമുന്നണി വരും. അങ്ങനെയാണ് ജനങ്ങൾ ഞങ്ങളോടെല്ലാം പെരുമാറുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത്. ഇതിപ്പോൾ അങ്ങനെയാണ്. കാരണം CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു കുത്തക പോലെ തന്നെയാണ്. പക്ഷേ ഈ BJP എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 35 സീറ്റ്, പിന്നീട് ബൈ ഇലക്ഷൻ 1 സീറ്റ് നഷ്ടമായി. പക്ഷേ BJPക്ക് തലസ്ഥാനത്തുള്ള ഒരു തേരോട്ടം നമുക്ക് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. അതോടൊപ്പം UDF ഇപ്പോൾ ചടകുടൻ എഴുന്നേറ്റിരിക്കുകയാണ്. അതൊന്നും വരുന്നില്ല. UDF 8 സീറ്റ് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ നിലനിർത്താനുള്ള സാധ്യത കാണുന്നില്ല. ഈ പറയുന്ന കഴിഞ്ഞ BJP നമ്മുടെ തലസ്ഥാനത്ത് നേടിയിട്ടുള്ള ഇപ്പോൾ അവരുടെ 34 സീറ്റിനകത്തും എണ്ണം കുറയാനാണ് സാധ്യത. കാര്യം നല്ല സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ജനങ്ങൾ നല്ലതുപോലെ മാറി ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയം ഇടതുമുന്നണിക്ക് അനുകൂലമാണെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. ഈ യുവാക്കളെയൊക്കെ യുവത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്. അത് ഇടത് മുന്നണിയായാൽ പോലും BJP സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യമൊക്കെ നൽകി സ്ഥാനാർത്ഥി പട്ടിക ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. യുവാക്കളുടെ ഒരു കടന്നു വരുമ്പോഴത്തേക്ക് അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്. പിന്നെ യുവാക്കളും യുവജനങ്ങളും എല്ലാ മേഖലയ്ക്കകത്തുള്ള ആളുകളാണ് ഈ പ്രാവശ്യം മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു ടീമാണ് ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നത്. അത് വരുന്നതോടുകൂടി തന്നെ നമ്മളെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖച്ഛായ തന്നെ മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരും പൊതു രംഗത്ത് നിൽക്കുകയും ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് സ്ഥാനാർത്ഥികളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിജയം ഉറപ്പായിട്ട് ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്നത്. ജനകീയ മുഖങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ച് പ്രമുഖരൊക്കെ കളത്തിലിറങ്ങുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും നോക്കുന്നത് ഇവരിൽ ആരായിരിക്കും മേയറായി വരിക എന്ന രീതിയിലാണ്. ജയിക്കുകയാണെങ്കിൽ മേയറായി വരിക അങ്ങനെ പരിഗണിക്കുന്ന മുഖങ്ങളിലൊക്കെ SP ദീപക് എന്ന മുഖവും ആ മുൻപന്തിയിൽ തന്നെയുണ്ട്.
നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മേയറെ സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം വരട്ടെ. ആ തീരുമാനം വരുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും നല്ലൊരു മേയർ ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ പേട്ടയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ മറ്റ് കൗൺസിലർമാർ ചെയ്തു വെച്ചതിനപ്പുറത്തേക്ക് പേട്ടയിൽ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യാനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും ജനങ്ങളുടെ മുന്നിൽ എന്താണ് പ്രശ്നമാണ്, എന്ത് വിഷയമാണ് അവതരിപ്പിക്കുന്നത്? നമുക്ക് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇപ്പോൾ നമ്മുടെ പേട്ടയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് പറയുന്നത് ആ മാർക്കറ്റിൻ്റെ ഒരു നവീകരണമാണ് ആവശ്യമെന്ന് പറയുന്നത്. അവിടെ ഒരു മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്, ഈ പറയുന്ന ഒരു മാർക്കറ്റ് വരണം. അത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുത്തിക്കൊണ്ട് വേണം വരാനായിട്ട്. അത് പേട്ടയിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെയാണ് ഇതിൻ്റെ തൊട്ട് ചേർന്നിട്ടാണ് ഈ പറയുന്ന മെട്രോ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഇഞ്ചക്കൽ വരെ ചാക്കയിലും അതിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലും ഇത് ഉണ്ടെന്നുള്ളതാണ്, സ്റ്റോപ്പ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മെട്രോ പോലുള്ള സംഗതികളിലേക്ക് വരണം. അതുപോലെ തന്നെ ഒരുപാട് IT ഫേംസൊക്കെ ഇപ്പോൾ ഇനിയും ഒരുപാട് ഇപ്പോൾ വരുന്ന പട്ടികയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് IT ഫേംസൊക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ അത്തരം ആളുകൾക്ക് നമുക്ക് അവരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പിന്നെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണോ ആവശ്യം അത്തരം കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വാർഡിന്. തീർച്ചയായും വലിയ പ്രതീക്ഷയിലും വലിയ ആത്മവിശ്വാസത്തിലും തന്നെയാണ് ഇടതുമുന്നണി. കഴിഞ്ഞ തവണ 51 സീറ്റുകൾ, ഇത്തവണ അതിനപ്പുറത്തേക്ക് വലിയ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന, കോർപ്പറേഷനിൽ ആധിപത്യം നിലനിർത്താൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ ആത്മവിശ്വാസം തന്നെയാണ് ഇടതുപക്ഷം. രാജേഷ് താവലിനോടൊപ്പം അൻഫിലി ഡിസൂസ.